നമസ്കാരം സുഹൃത്തുക്കൾ. இந்த വിഷയം എന്ന് പറയുന്നത് അടുത്ത 25 വർഷത്തിനുള്ളിൽ ബംഗ്ലാദേശ് എങ്ങനെയായിരിക്കും ഇന്ത്യയെ കീഴടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയും ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഔദാര്യമാണ്. 971 ഞങ്ങൾ ഔദാര്യമായി കൊടുത്തതാണ്, ആനയാണ്, പിടിച്ച് അവന്റെ കഴുത്തെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മുന്നോട്ട് വരും. ശരിയാണ്, തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് സക്കീർ നായിക്കിന്റെ തിരിച്ചുവരവ്. 2012-ലോ 2013-ലോ ഭീകരാക്രമണത്തിന് ശേഷം ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ് സക്കീർ നായിക്കിന്. വർഷങ്ങൾക്ക് ശേഷം 10-8 വർഷങ്ങൾക്ക് ശേഷം റെഡ് കാർപ്പറ്റ് ഭയങ്കര വരവേൽപ്പോടുകൂടി സക്കീർ നായിക്ക് തിരിച്ചു വരാൻ പോകുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ കൺസെപ്റ്റ് ബംഗ്ലാദേശ് സുൽത്താനേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സംഘടന ഒരു പുതിയൊരു മാപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ വെസ്റ്റ് ബംഗാൾ കംപ്ലീറ്റ്ലി വെസ്റ്റ് ബംഗാൾ അവരുടെ ഭാഗമായി മാറും. ജാർഖണ്ഡ് അവരുടെ ഭാഗമായി മാറും. കുറച്ച് ബീഹാർ, നോർത്ത് ഈസ്റ്റേൺ കുറച്ച് സ്റ്റേറ്റുകൾ, കുറച്ച് മ്യാൻമർ. അവർ പറഞ്ഞ 25-30 വർഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ ഭാഗമായി മാറും. എങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്ന പോലെ രോഷം കൊള്ളരുത്, ആവേശം വേണ്ട. വ്യക്തമായി കേൾക്കുക. ഒരുപാട് പേര് ചിന്തിക്കുമായിരിക്കും ഞങ്ങളുടെ F-35 ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റഫേൽ ഉണ്ട്, ബ്രഹ്മോസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരുണ്ട്, ഒരുപാട് പറയുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കിസ്നെ ടോക്ക കിസ്നെ മാര യൂറോപ്പ് മേ, അതായത് വെടിയും ഉണ്ടയും ഒന്നുമില്ലാതെയാണ് യൂറോപ്പ് ടേക്ക് ഓവർ ആയിരിക്കുന്നത്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കൈയടക്കി പിടിച്ചിരിക്കുകയാണ് പ്രത്യേക അജണ്ടകൾ. ശരിയല്ലേ? തെറ്റാണെങ്കിൽ തെറ്റാണ്, നിങ്ങൾ പറയൂ, എന്നെ ചലഞ്ച് ചെയ്യൂ. യൂറോപ്പിൽ ഏത് രാജ്യമാണ് പിടിച്ചടക്കാത്തത്? എവിടെയാണ് ബോംബ് പൊട്ടിയിരിക്കുന്നത്? എവിടെയാണ് യുദ്ധം ഉണ്ടായിരിക്കുന്നത്? ഒരു യുദ്ധമോ ഒരു വെടിയോ ഇല്ലാതെയാണ് ടേക്ക് ഓവർ ആയിരിക്കുന്നത്. 10 വർഷങ്ങൾ കൊണ്ടാണ് മാറ്റം വന്നിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഇറ്റ്സ് ഗോൺ ടേക്ക് ഓവർ. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി ഭാഗത്തൊക്കെ യു ക്യാൻ സീ ദ ചേഞ്ച്. അവർക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ഇന്ന് അവർ തീരുമാനിക്കും ഈ പ്രദേശങ്ങൾ ആരായിരിക്കണം അവരുടെ പ്രതിനിധി എന്ന്. അതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. വി ഡിസ്കസിങ് അബൌട്ട് ബംഗ്ലാദേശിൽ എങ്ങനെയായിരിക്കും, എന്താണ് ലക്ഷ്യം? ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. സോഫ്റ്റ് കോർണർ ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു സോഫ്റ്റ് കോർണർ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് അനുകൂലം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ട. കാശ്മീർ എന്താണ് ഇന്ത്യക്ക് തലവേദന? കാശ്മീരെ തലവേദന എന്ന് പറയുന്നത് അവിടെ തീവ്രവാദികളല്ല, പാകിസ്ഥാൻ അല്ല തലവേദന ഈസ് വിത്തിൻ ജമ്മു ആൻഡ് കാശ്മീർ. ഫീലിങ്സ്, സോഫ്റ്റ് കോൺ, മാനസികമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ള അടുപ്പം, അതാണ് ഇന്ത്യൻ ഫോഴ്സിന്റെ ഏറ്റവും വലിയ തലവേദന. കാരണം ഒളിപ്പിക്കുന്ന 90% ഇവരാണ്. ഇറ്റ്സ് എമംഗ് ദം. നമ്മൾ പറയില്ലേ, പലസ്തീനില് 2 ആളുകളെ കാണാൻ സാധിക്കുള്ളൂ. ഗാസയിലും ഒന്ന് ആയുധം വെച്ച ഹമാസ്, 2 ആയുധമില്ലാത്ത ഹമാസ്. പക്ഷേ അതേപോലെ തന്നെയാണ് ഒരു കാലഘട്ടങ്ങളിൽ കാശ്മീർ. തിങ്സ് മാറി. ശ്രീമാൻ നരേന്ദ്രമോദി വരവിന് ശേഷം കാശ്മീരിൽ ഒരുപാട് മാറിയിരിക്കുന്നു. ആർട്ടിക്കിൾ 370 വന്നു. ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ്. നമുക്ക് അദ്ദേഹത്തെ അനുമോദിച്ചേ പറ്റൂ. പക്ഷെ എത്ര വർഷമെടുത്തു ഇന്ത്യ കാശ്മീർ എന്ന് പറയുന്ന കൊച്ചു പ്രദേശം, ആ പ്രദേശം പോലും അടിച്ചൊതുക്കാനാ ഇന്ത്യ എത്ര വർഷമെടുത്തു? അപ്പോഴാണ് നിങ്ങൾ പറയുക ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ചെറിയൊരു സംഭവമായി നിങ്ങൾ പറയായിരിക്കും, കുച്ച് ഹോനവാലനെയെ നമുക്ക് 56 ഇഞ്ചുണ്ട്, നമുക്ക് ഇരട്ടച്ചങ്കനുണ്ട്, ആനയുണ്ട്. നോ, സൈലന്റ് ടേക്ക് ഓവർ എന്ന് പറയും. നമ്മുടെ മാനസികമായിട്ടുള്ള അടുപ്പം അങ്ങോട്ട് കാണിക്കുക. അതിന് വളം വെച്ചു കൊടുക്കാൻ 1-2 പാർട്ടികൾ, നമ്മുടെ പപ്പുവിനെ പോലുള്ള വ്യക്തികളും, പിന്നെ ദീദി, 4-5 പേര് മതി. 4-5 പേര് മാത്രം മതി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന്. ഇപ്പോൾ യൂനസ് എന്ന് പറയുന്ന അവരുടെ ഇടക്കാല പ്രധാനമന്ത്രി സക്കീർ നായിക്കിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പരവതാനി വിരിച്ചുകൊണ്ട്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഓൾറെഡി ബംഗാൾ പല ഏരിയകളിലും ഹിന്ദുക്കൾ അവിടുന്ന് ഓടി ഒളിക്കുകയാണ്. മുസറഫാദ് ഏരിയയിലൊക്കെ വളരെ അതിക്രമങ്ങൾ. ഹിന്ദു ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് കണ്ണീരൊഴുക്കി അവരുടെ സ്ഥലം മറ്റും വിട്ടൊഴിഞ്ഞു മാറുകയാണ്. ശരിയായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, BJP സർക്കാർ യഥാർത്ഥത്തിലൂടെ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് നീതിയാണോ ചെയ്യുന്നത്? എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലേ? ഹിമന്ത, അസാമിലെ മുഖ്യമന്ത്രി പറയുക, എൻ്റെ ഏറ്റവും വലിയ തലവേദന ഇവരാണ്, മൈഗ്രൻസ്. അതായത് അസാമിലും ജാർഖണ്ഡ് എന്ന് പറയുന്ന മിനി ബംഗ്ലാദേശ് ആവാൻ പോവുകയാണ്. അസാമിലെ ഏറ്റവും വലിയ തലവേദന ഇതാണ്. ഇപ്പൊ CA വന്നു, ആ പ്രശ്നം എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻസ് അല്ല ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്ത്യയിൽ ഇരിക്കുന്നല്ലേ.
ചിന്തിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണോ ശരിയാണോ? ശരിയല്ല. സൈലന്റ് ടേക്ക് ഓവർ, യൂറോപ്പിലെ സൈലന്റ് ടേക്ക് ഓവർ സംഭവിക്കുകയാണ് ഇന്ത്യയുടെ ആ കോർണറിൽ. ഇതിന് സപ്പോർട്ട് ആരാ കൊടുക്കുന്നത്? പാകിസ്ഥാൻ. പാകിസ്ഥാൻ ആർമി ജനറൽ അവിടെ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം. അവരുമായി പങ്കുവച്ചു ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള ഐഡിയ പങ്കുവച്ചു. ചൈന, പാകിസ്ഥാൻ ഒരു സപ്പോർട്ട് അവർ കിട്ടുകയാണ്. വരും കാലങ്ങളിൽ എളുപ്പമായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും എളുപ്പമായിരിക്കും, ഇതൊക്കെ എളുപ്പമായിരിക്കും. നോ നോ നോ. സോഷ്യലിസ്റ്റുകളായിട്ടുള്ള പല നേതാക്കന്മാരും, രാഹുൽ ആയാലും പപ്പു ആയാലും ഇവരും ഒരു 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 പറ്റം സർക്കാർ ഉദ്യോഗസ്ഥരും ഇവരും കൂട്ടം ചേർന്ന് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികൾക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടേഴ്സ് ഐഡിയിൽ തയ്യാറാക്കി കൊടുക്കാൻ സംഘടനകളുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ബംഗാൾ. അതിനുശേഷം അവർ ഇന്ത്യയിലെ ഓരോ പ്രദേശത്തെയും കയറ്റിയേക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ വരും, ഒരു വിഭാഗം ആളുകൾ മധ്യപ്രദേശിൽ പോകും, ഒരു വിഭാഗം ആളുകൾ പല പല കോർണറിൽ പോകും. അവിടെ സോഫ്റ്റ് കോർണേഴ്സ്, സോഫ്റ്റ് സ്പോട്സ്, അവർക്ക് അനുകൂലമായിട്ടുള്ള കേന്ദ്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറയാൻ സാധിക്കും. നിങ്ങൾക്കറിയാലോ, അതായത് 10% എങ്ങനെയായിരിക്കും, 20% എങ്ങനെയായിരിക്കും, 30% എങ്ങനെയായിരിക്കും. ദിസ് എ വെരി സോഫ്റ്റ് പ്രോബ്ലം. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം വേറൊന്നുമല്ല. ഒരുപാട് ദൂരങ്ങളിലേക്കൊന്നും പോകണ്ട. ഇന്ത്യയുടെ അകത്ത് തന്നെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. അപ്പൊ ഞാൻ പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, സൈലന്റ് ടേക്ക് ഓവർ ഓഫ് ഇന്ത്യ. 25 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ആര് കീഴടക്കും? ഇതിന് ബോംബ് പൊട്ടലോ വെടിപൊട്ടിക്കലോ ഒന്നും വേണ്ട. സക്കീർ നായിക്കിന്റെ ഇൻഫ്ലുവൻസും കൂടി ആകുമ്പോൾ മഹാഗ്രേറ്റർ ബംഗ്ലാദേശ് നിലവിൽ വരിക തന്നെ ചെയ്യും. ഒരു പക്ഷേ, എനിക്ക് അറിഞ്ഞുകൂടാ എത്ര കാലം നരേന്ദ്രമോദിക്ക് ഉണ്ടാകാൻ സാധിക്കും. ഒരു പക്ഷേ കരുത്തനായ നേതാവ് വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം, ഇന്ത്യക്കാരുടെ കാര്യം കട്ടപ്പോക.